BJP എന്ന വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം പുറത്തു വന്നിരിക്കുകയാണ്. സംഭവം മഹാരാഷ്ട്രയിൽ നിന്നുള്ള രണ്ട് വാർത്തകളാണ് BJP എന്ന വാഷിംഗ് മെഷീനെ ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് ആ രണ്ട് വാർത്തകളാണ്. ആദ്യത്തെ വാർത്ത ഇന്നലെ പുറത്തു വന്നതാണ്. NCP നേതാവായ അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമത്തെ വാർത്ത അജിത് പവാറിനെതിരായി ഇന്ന് പുറത്തു വന്നൊരു വാർത്തയാണ്. അജിത് പവാറിനെതിരെ 2021 രജിസ്റ്റർ ചെയ്ത കേസിൽ അജിത് പവാറിൽ നിന്നും കണ്ടുകെട്ടിയ 1000 കോടി രൂപയിലേറെ വില വരുന്ന ബിനാമി സ്വത്തുക്കൾ തിരികെ അജിത് പവാറിന് നൽകാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ട്രിബ്യൂണൽ തീരുമാനിച്ചിരിക്കുകയാണ്. തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസിൽ അജിത് പവാറിന് ഒരു ക്ലീൻ ചിറ്റ് നൽകാനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മറന്നില്ല. അതായത് 2021 അജിത് പവാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇപ്പോൾ അജിത് പവാർ BJP പക്ഷത്തെത്തിയപ്പോൾ അജിത് പവാറിന് ക്ലീൻ ചിറ്റ് മാത്രമല്ല ലഭിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെതെന്ന് ആരോപിച്ച ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുകെട്ടിയ 1000-ലേറെ കോടി രൂപ വില വരുന്ന സ്വത്തുക്കളും തിരികെ അദ്ദേഹത്തിന് തന്നെ നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. BJP എന്ന വാഷിംഗ് മെഷീൻ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ ഉദാഹരണം, അതും ഒരു ദിവസത്തിന്റെ ഇടവേളയിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത് BJPയെ ചെറിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും ഇന്ന് പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി ആദിത്യ താക്കറെയുടെ നേതൃത്വത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകളടക്കം ബഹിഷ്കരിച്ചിരുന്നു. അവരാരോപിക്കുന്നത് EVM ഉപയോഗിച്ച്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നാണ്. അതിന് കാരണങ്ങളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മഹാരാഷ്ട്രയിൽ ഇത്തവണ പുറത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം BJP നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശിനേക്കാൾ വലിയൊരു തിരിച്ചടി നൽകിയ സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ BJPക്ക് ആകെ നേടാനായത് വെറും 9 സീറ്റാണ്. 2019-ലും 2014-ലും BJP 23 സീറ്റ് വിജയിച്ച മഹാരാഷ്ട്രയിലാണ് അവർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 9 സീറ്റിലേക്ക് ചുരുങ്ങിയത്. 2019-ൽ വെറും 1 സീറ്റ് മാത്രം വിജയിക്കാനായ കോൺഗ്രസ് 13 സീറ്റുകൾ നേടുന്നതും നമ്മൾ കണ്ടു. BJPയുടെ സഖ്യകക്ഷികളായ ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും ഒക്കെ തന്നെ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഫലമാകെ മാറി മറിഞ്ഞു. BJP അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സ്വന്തമാക്കി. 132 സീറ്റാണ് BJP ഒറ്റയ്ക്ക് വിജയിച്ചത്. ശിവസേന ഷിൻഡെ വിഭാഗം 55 സീറ്റുകളിലും NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകളിലും വിജയിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ നേടിയ കോൺഗ്രസ്, 13 ലോക്സഭാ സീറ്റുകൾ നേടിയ കോൺഗ്രസ് വെറും 15 നിയമസഭാ സീറ്റുകൾ മാത്രം വിജയിക്കാനാവുന്നു എന്ന പ്രത്യേകതയും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനുണ്ട്. എന്തായാലും ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആരോപണവുമായി, അതായത് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണവുമായി രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാക്കളോ മഹാവികാസ് അഘാഡി നേതാക്കളോ മാത്രമായിരുന്നില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ കൂടിയായിരുന്നു. പരകാല പ്രഭാകർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു ട്വീറ്റിൽ അദ്ദേഹം ആരോപിക്കുന്നത്, മഹാരാഷ്ട്രയിൽ 20-ാം തീയതി പോളിംഗ് നടന്ന ദിവസം വൈകിട്ട് 5 മണിക്ക് പുറത്തുവിട്ട പോളിംഗ് ശതമാന കണക്കുകളും രാത്രി 11:30-ക്ക് പുറത്തുവിട്ട കണക്കുകളും തമ്മിൽ 6.80% വ്യത്യാസമുണ്ടെന്നും ഈ 11:30-ക്ക് പുറത്തുവിട്ട കണക്കും കൗണ്ടിംഗ് ദിനത്തിൽ പുറത്തുവിട്ട കണക്കും തമ്മിൽ വീണ്ടും ഒരു 1.03% വ്യത്യാസവും ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതേ ദിവസം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ 5 മണിക്ക് പുറത്തുവിട്ട കണക്കും രാത്രി 11:30-ക്ക് പുറത്തുവിട്ട കണക്കും തമ്മിൽ വെറും 0.86% വ്യത്യാസമേ ഉള്ളൂ. അതായത് പോളിംഗ് കണക്കുകളിലെ വ്യത്യാസം BJPയുടെ വിജയത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു എന്ന് ആരോപിക്കുന്നത് ധനമന്ത്രിയുടെ ഭർത്താവ് തന്നെയാണ്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കെ മഹാവികാസ് അഘാഡി അടക്കം ആ ആരോപണം ഏറ്റുപിടിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ
അജിത് പവാറിനെതിരായ ഒരു കേസിൽ അജിത് പവാറിന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും BJP എന്ന വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.